ശ്രദ്ധിക്കുക, 10th CBSEയുടെ 8th ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. അപ്പം നമ്മൾ അതിന്റെ ഫസ്റ്റ് പാർട്ട് തുടങ്ങുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പറയാനുള്ളത് കുറച്ച് ഫോർമുലാസ് മാത്രമേ പറയുന്നുള്ളൂ. ആ ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, എന്നാൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്താ പറയുക, വളരെ കൃത്യമായിട്ട് അത് നമ്മുടെ മനസ്സിലേക്ക് വളരെ സ്പീഡിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ടൈം കൺസ്യൂമിങ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആരും ഉഴപ്പി പഠിക്കാൻ നിൽക്കരുത്. ഈ ഫോമുല കൃത്യമായിട്ട് തന്നെ മനസ്സിൽ പതിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് ഈ പ്രോബ്ലം സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനൽ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിലുപരി ഒരു ഔട്ട്സൈഡ് പ്രോബ്ലം വന്നാൽ വളരെ കുറച്ച് സമയം എടുത്ത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു ഉപേക്ഷയില്ല. സഡൻ ആയിട്ട് ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ ഫോർമുലാസ് പഠിച്ചു വെക്കാം. ഓക്കെ, ആദ്യമായിട്ട് ട്രിഗണോമെട്രിക് റേഷ്യോസ്. അപ്പം എന്താണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്? ട്രിഗണോമെട്രിക് റേഷ്യോസ് 6 എണ്ണമാണുള്ളത്. സൈൻ, കൊസൈൻ, ടാൻജന്റ് അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സൈൻ, കോസ്, നമുക്ക് വളരെ ചുരുക്കത്തിൽ എങ്ങനെ വിളിക്കാം? സൈൻ, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. ഇങ്ങനെ 6 പേരാണ് ഉള്ളത്. സൈൻ, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക. അതേ കണക്ക് തന്നെ നമുക്ക് ഇവരുടെ ഫോർമുലാസ് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവരെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ എഴുതുവാണ്. ഫസ്റ്റിലെ എന്താണ്, ഇവിടോട്ട് എഴുതി വെച്ചേക്കാം. സൈൻ, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ വെച്ചിട്ട് ഈ ഫോർമുലാസ് ഏതൊക്കെയാ വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുവാണെന്ന് കരുതുക. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ എ, ഇവിടെ ബി, ഇവിടെ സി എന്ന് കൊടുത്തുന്നിരിക്കുക. എ, ബി, സി എന്ന് കൊടുത്തുന്നിരിക്കുക. അപ്പോ ഈ ആംഗിൾ എന്താണ്? സി. സോ സി വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. സി. അപ്പൊ ഇവിടെയാണ് നമ്മൾ എടുക്കുന്ന ആംഗിൾ എങ്കിൽ, ശ്രദ്ധിക്കുക, സൈൻ സി. സൈൻ സിയുടെ ഫോർമുല, സൈന്റെ ഫോർമുല എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്നുള്ളതാണ്. അപ്പോ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കേസാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടിനസ്. സോ ഇതാണ് സി ആണ് നമ്മൾ എടുത്തത്. സോ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ, സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതും, ഇത് അഡ്ജസന്റ് സൈഡ് ആണ്, ഇതെന്താണ്? ഹൈപ്പോട്ടിനസ് ആണ്. അപ്പൊ സിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസന്റ് സൈഡ്. ഈ 90 ഡിഗ്രി ട്രയാങ്കിളിന് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള എന്താണ്? ഹൈപ്പോട്ടിനസ്. അപ്പൊ ഇതെല്ലാം വന്നിരിക്കുന്നത് സിയെ സംബന്ധിച്ചിടത്തോളമാണ്. ഹൈപ്പോട്ടിനസ് എന്തായാലും മാറത്തില്ല. സോ സിയുടെ ഓപ്പോസിറ്റ് എന്താണ്? എ ബി ആണ്. സിയുടെ അടുത്ത് കിടക്കുന്ന സൈഡ് ഏതാണ്? അഡ്ജസന്റ് സൈഡ് ആണ്. സോ ദിസ് ഈസ് അഡ്ജസന്റ് സൈഡ്. അപ്പൊ സൈൻ തീറ്റയെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ സൈൻ സി ഇസ് ഇക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. അത് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കേസാണ്. അപ്പൊ എന്ത് വരും നമുക്ക്? ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ ബി ഡിവൈഡ് ബൈ അഡ്ജസന്റ് ഏതാണ്? സി ബി. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് സൈന്റെ കേസിൽ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് കോസ് എടുക്കാം. സോ കോസ് സി ഇസ് ഈക്വൽ ടു, കോസിന്റെ ഫോർമുല വേറെയാണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഏതാണ്? ഹൈപ്പോട്ടിനസ് എന്നുള്ളതാണ് കോസിന്റെ ഫോർമുല. സോ സിയെ സംബന്ധിച്ചിടത്തോളം അഡ്ജസന്റ് ഏതാ? സി ബി. സോ സി ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ഏതാണ്? എ സി. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ ഹൈപ്പോട്ടിനസ് സി ബി എന്ന് എഴുതി വെച്ചു. ഹൈപ്പോട്ടിനസ് ഏതാണ്? എ സി ആണ്. ഹൈപ്പോട്ടിനസ് എ സി ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് തിരുത്തിക്കൊള്ളുക. സൈൻ സിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി ബൈ ഹൈപ്പോട്ടിനസ് ഏതാണ്? എ സി ആണ്. സോ കോസ് സിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. അഡ്ജസന്റ് സൈഡ് സി ബി ഡിവൈഡ് ബൈ എത്ര? എ സി. ഓക്കെ, ഇനി അടുത്ത ടാൻ. സോ ടാൻ സി എന്ന് പറഞ്ഞാല് ടാന്റെ ഫോർമുല വേറെ ആണ്. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഏതാണ്? അഡ്ജസന്റ് സൈഡ് എന്നുള്ളതാണ് ടാൻ. അപ്പൊ ഇത് കാണാൻ പഠിക്കാനുള്ളതാണ്. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട, പക്ഷെ ഇത്രയും സെക്ഷൻ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി
ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഏതാണ് സി ബി. അപ്പൊ ഓരോ ട്രയാങ്കിൾ വരുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോറി, ഓരോ ആംഗിൾ വരുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം 3 കേസാണ് ഓർത്ത് നോക്കേണ്ടത്. സൈൻ തീറ്റ എന്ന് പഠിച്ചാൽ മതി, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ് അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ ഓക്കെ അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എന്ത് നോക്കാം, കൊസീക് തീറ്റ. കൊസീക് സി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ സൈനെ തിരിച്ചിട്ടാൽ മതി. സൈൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ, അതിന് തിരിച്ചിടുമ്പോ എന്ത് കിട്ടും, ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടും. സോ ഇതിനെ തിരിച്ചിട്ടാൽ മതി. അപ്പൊ ഹൈപ്പോട്ടനസ് ഏതാണ്, എ സി ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഏതാ, എ ബി. ഇത്രയും നോക്കേണ്ട ആവശ്യമില്ല, ഇതിനെ തിരിച്ചിട്ടാൽ മതി. അടുത്ത കൊസീക്ക്. സീക്ക് സി എന്ന് പറഞ്ഞാൽ കോസിനെ തിരിച്ചിട്ടാൽ മതി. കോസ് എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ സീക്ക് സി എന്താവും, ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ എന്ത് കിട്ടും, അഡ്ജസന്റ് സൈഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി ബൈ സി ബി. ഇനി അടുത്തത് കോട്ട് സി ആണ്. കോട്ട് സി എന്ന് പറഞ്ഞാല് ടാനിനെ തിരിച്ചിട്ടാൽ മതി. ടാൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സോ അഡ്ജസന്റ് സൈഡ് ബൈ എന്ത് വരും, ഓപ്പോസിറ്റ് സൈഡ്. സോ സി ബി ബൈ എ ബി. അപ്പൊ മെയിൻ ആയിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാല് സൈൻ തീറ്റ, സൈൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും, സൈന്റെ കേസ് വരുവാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. കൊസീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ തിരിച്ചിട്ടാ മതി. ഏതാണ്, സൈനെ തിരിച്ചിട്ടാ മതി. അപ്പൊ അത് എങ്ങനെയാലും അറിഞ്ഞിരിക്കണം, ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സീക്ക് ആണെങ്കിൽ കോസിന് തിരിച്ചിട്ടാ മതി. കോസ് എന്താണ്, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അതിനെ തിരിച്ചിടുമ്പോൾ ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ് സൈഡ്. കോട്ട് എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതായത് ടാനിനെ തിരിച്ചിട്ടാ മതി. അപ്പൊ ഓർക്കുക, സൈന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. അതായത് 1/sin ആണ് എന്ത് കിട്ടുന്നത്, കൊസീക്ക്. 1/sin ആണ് എന്ത്, കൊസീക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/cosec എന്ത് കിട്ടുകയും ചെയ്യും, സൈൻ കിട്ടുകയും ചെയ്യും. അപ്പൊ സൈന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. 1/sin കൊസീക്ക്, 1/cosec സൈൻ, അങ്ങനെ ചെയ്യണം. അടുത്തത് അങ്ങനെയാണെങ്കിൽ 1/cos ആണ് എന്ത്, സീക്ക്. അങ്ങനെയാണെങ്കിൽ 1/sec എന്തായിരിക്കുകയും ചെയ്യും, കോസ് ആയിരിക്കുകയും ചെയ്യും. അടുത്ത 1/tan ആണ് കോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1/cot is equal to എന്ത് എഴുതുകയും ചെയ്യാം, ടാൻ എന്ന് എഴുതുകയും ചെയ്യാം. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, ഞാനൊരു ട്രയാങ്കിൾ വെച്ചിട്ട് ഇതങ്ങ് എഴുതി കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ടിന്റെ ഈ ഒരു ഫോമിൽ ഓർത്ത് വെച്ചേക്കണം. അപ്പം സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. കൊസീക്ക് പഠിച്ചു നോക്കാൻ പാടുള്ളവർ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ് സൈഡ്, ഇതിന്റെ റെസിപ്രോക്കൽ. സീക് തീറ്റ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, കോസിന്റെ റെസിപ്രോക്കൽ. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, ടാന്റെ റെസിപ്രോക്കൽ. സോ സൈന്റെ റെസിപ്രോക്കൽ കൊസീക്ക്, കോസിന്റെ റെസിപ്രോക്കൽ സീക്ക്, ടാന്റെ റെസിപ്രോക്കൽ കോട്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. 1/sin കൊസീക്ക്, 1/cosec സൈൻ, 1/cos സീക്ക്, 1/sec കോസ്, 1/tan കോട്ട്, 1/cot ടാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ആംഗിൾ ഇവിടെ വന്നപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി തിരിച്ചിടുമ്പോഴും ഈ ഒരു സെക്ഷന്, ഈ ഒരു റെഡ് ബോർഡറിനകത്തുള്ളതിന് പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചിട്ടൊരു സെക്ഷൻ പറഞ്ഞുതരാം. പിന്നെ അതിനൊക്കെ തന്നെ പ്രത്യേകിച്ച് ഓർക്കാനുള്ളത്, ഈ ഒരു സെക്ഷന് നോട്ട്സ് തരത്തില്ല, അതുകൊണ്ട് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ട്രയാങ്കിളിനെ വേണമെങ്കിൽ ഒന്ന് തിരിച്ചു വരയ്ക്കാം. ട്രയാങ്കിളിനെ തിരിച്ചു വരയ്ക്കേണ്ട, ആംഗിൾസ് മാറ്റി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. എ, ഇത് ബി, ഇത് സി ആന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോ
അങ്ങനെയാകുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി എനിക്ക് വേണ്ടത് ഈ ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടുത്തെ ആംഗിൾ ആണ് ഞാൻ എടുക്കുന്നതെന്ന് കരുതുക. സോ ആദ്യം എടുത്തത് ഈ ആംഗിൾ, പിന്നെ ഈ ആംഗിൾ. ഈ 90 ഡിഗ്രി ആംഗിൾ നമ്മൾ എടുക്കാറില്ല, അത് ആലോചിച്ചോണം. സോ സൈൻ എ ആണെങ്കിൽ ഇക്വേഷൻ സൈന്റെ ഫോർമുല എപ്പോഴും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. സോ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇതാണ്. എയുടെ അഡ്ജസന്റ് സൈഡ് ഇതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്നാ പിന്നെ എയുടെ അഡ്ജസന്റ് ഇത് എടുത്താൽ പോരെയെന്ന്. പറ്റില്ല. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഓൾവേസ് എന്ത്? ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. സോ എയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സി ബി. എയുടെ അടുത്ത് കിടക്കുന്ന എന്താണ്? അഡ്ജസന്റ് സൈഡ്. ഇനി സൈൻ എ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ്. ദാറ്റ് ഈസ് എന്ത് പറയാം നമുക്ക്? സി ബി ഡിവൈഡ് ബൈ എ സി. സി ബി ഡിവൈഡ് ബൈ എന്തുവാ? എ സി. ഇനി അടുത്ത കോസ് എ. കോസ് എ എന്ന് പറഞ്ഞാൽ സെയിം ഫോർമുല. സൈൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണെങ്കിൽ കോസ് എ എന്ത് കിട്ടും? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇത് കാണാതെ പഠിച്ചു വെച്ച് പറ്റും. അഡ്ജസന്റ് സൈഡ് ഏതാണ്? എയുടെ എ ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ഏതാണ്? എ സി. ഓക്കെ. ടാനയുടെ ഫോർമുല എന്തുവാ? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? സി ബി ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ ബി. കൊസീക് എ. കൊസീക് എക്ക് പറഞ്ഞാൽ അറിയാമല്ലോ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ ഇതാ ഈ സൈന്റെ റെസിപ്രോക്കൽ എടുത്ത് നോക്കിയാലും മതി. അപ്പൊ ഹൈപ്പോട്ടനസ് ഏതാണ്? എ സി ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇത് സി ബി. നോക്കിയാൽ മതി. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ സി ബി ബൈ എ സി ആണെങ്കിൽ ഇവിടെ എ സി ബൈ സി ബി. ഓക്കെ അല്ലേ? സി കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആണ് ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ്. കാണാൻ പഠിക്കാൻ പാടുള്ള ഒരു കോസ് കാണാതെ പഠിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ പറഞ്ഞാലും മതി. കോസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്, അതിനെ തിരിച്ചിടുമ്പോൾ ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ അഡ്ജസന്റ്. സോ ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു എ സി ഡിവൈഡ് ബൈ അഡ്ജസന്റ് എന്താ? എ ബി. ഇതിന്റെ റെസിപ്രോക്കൽ. കോട്ടെ വളരെ എളുപ്പമാണ്. അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അല്ലെങ്കിൽ ടാന്റെ റെസിപ്രോക്കൽ. ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഇവിടെ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. അഡ്ജസന്റ് സൈഡ് എന്താണ്? എ ബി ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? സി ബി. അപ്പോ ഓരോ ആംഗിൾ ഇവിടെ വരുമ്പം അതിന് ഓപ്പോസിറ്റ് സൈഡ് ഇത് അഡ്ജസന്റ്, ഇവിടെ എന്ത്? ഹൈപ്പോട്ടനസ്. ആംഗിൾ ഇവിടെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ, അഡ്ജസന്റ് സൈഡ് ഇവിടെ ഹൈപ്പോട്ടനസ്. അതനുസരിച്ച് വരും. 90 ഡിഗ്രി ട്രയാങ്കിൾ വേണം വരയ്ക്കാൻ. ഈ റിലേഷൻസും കൂടി ഇത് എഴുതി വെക്കണമെന്നില്ല, നേരത്തെ എഴുതിയതും ഇതും കൂടെ തന്നെ മാത്രം മതി. പക്ഷെ നമ്മൾ പഠിച്ചു വെക്കാനുള്ള കേസ് എന്ന് വെച്ചാൽ സൈൻ എ അല്ലെങ്കിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. കൊസീക് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാം. അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ശരിയായില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാം. ഇൻ ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഞാൻ ആ ടെക്സ്റ്റിൽ എവിടെയുള്ളതെന്ന് നോക്കട്ടെ. ഓക്കെ, ശ്രദ്ധിക്കുക. എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, അതിനു മുമ്പ് 1-2 കേസുകൾ പറയാൻ വിട്ടുപോയി. ഇത്രയും ഫോർമുല എഴുതിയതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഫോർമുല വിട്ടുപോയി. ഏതാണെന്നറിയോ? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതാണ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു, ഇതിനെ തിരിച്ചിട്ടാൽ മതി. എന്താ? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. അതെന്താ കാരണം? നമുക്കറിയാം 1/tan ആണ് എന്ത്? കോട്ട്. അല്ലെങ്കിൽ 1/കോട്ട് ആണ് എന്ത്? ടാൻ. അപ്പൊ ടാനിന് ഒരു ഫോർമുല ഉണ്ട്. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ടാന്റെ ഫോർമുല സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സോ ഓട്ടോമാറ്റിക്കലി ടാൻ തീറ്റയ്ക്ക് ഒരു ഫോർമുല നമ്മുടെ മനസ്സിൽ വരും. എന്തായിരിക്കും ആ ഫോർമുല? സോറി, കോട്ട് തീറ്റയ്ക്ക് ഒരു ഫോർമുല നമ്മുടെ മനസ്സിൽ വരും. എന്താണ്? കോസ് ബൈ സൈൻ. അപ്പൊ അത് രണ്ടും കൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പൊ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം ഈ ഒരു സെക്ഷനിൽ. 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിർത്താം. ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നില്ല. ട്രയാങ്കിൾ എ ബി സി, ഒരു ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. സോ അപ്പൊ ഞാൻ ഈ ട്രയാങ്കിൾ വരയ്ക്കുവാണ്. സോ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. അപ്പൊ ബിക്ക് തന്നെ 90 ഡിഗ്രി കൊടുക്കാൻ മറന്നുപോയി, തെറ്റിപ്പോവും.
ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി എ ബി ഇസ് ഈക്വൽ ടു 24. എ ബി എത്ര ഉണ്ട്? 24 ഉണ്ട്. ബി സി 7 ഉണ്ട്. ഡിറ്റർമൈൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സൈൻ എ കോസ് എ പിന്നെന്താ ഉള്ളത് സൈൻ സി കോസ് സി. ഇതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഇതിന്റെ ഹൈപ്പോട്ടനസ് ഇല്ല. സോ ഇതാണ് ഹൈപ്പോട്ടനസ്, അതില്ല. അത് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് നോക്കണം. എങ്ങനെയാ കണ്ടുപിടിച്ച് നോക്കുന്ന ഹൈപ്പോട്ടനസ്? നമുക്ക് ഇവിടോട്ട് ചെയ്ത് നോക്കാം അല്ലെ. ഈ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമ്മൾ പഠിച്ചിട്ടില്ലേ, ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഈ ഒരു ട്രയാംഗിളില് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനസ് ഇല്ല. സോ ഹൈപ്പോട്ടനസ് എ സി ഇസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ എന്താണ് സ്ക്വയർ. ഓക്കെ, എത്ര നിങ്ങൾക്ക് അറിയാലോ, 7 സ്ക്വയർ എത്ര വരും? 49 പ്ലസ് 24ന്റെ സ്ക്വയർ എത്ര വരുന്നത്? 576 വരും. 576 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 625 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 വരും. സോ ഇവിടെ നമുക്ക് കിട്ടും 25 എന്ന്. അത് നിങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഞാൻ റൗണ്ട് ചെയ്തിട്ട് അതിനെ എന്തെന്ന് കൊടുത്തത് 25 എന്ന് കൊടുത്തത്. ഓക്കെ, ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യനകത്തത് തരുന്നതല്ല, നമ്മൾ കണ്ടുപിടിച്ചതാണ് 25. ഇനി നമുക്ക് ശ്രദ്ധിക്കുക, സൈൻ എ കോസ് എ ആൻസർ 1 എന്ന് പറഞ്ഞാല് സൈൻ എ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ പോലെ ഇങ്ങനെ കൊടുക്കാം, അവിടെയാണ് ആംഗിൾ. സോ അതനുസരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ വരും. ഇവിടെ എന്ത് വരും? അഡ്ജസന്റ് സൈഡ് വരും. ഹൈപ്പോട്ടനസ് ഇവിടെ വരും. ഓക്കെ, സോ സൈൻ എ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഈ ഫോർമുല നമ്മൾ മനസ്സിലാക്കി വെച്ചല്ലോ ഓൾറെഡി. സോ അറിഞ്ഞുകൂടാത്തവർ വീണ്ടും നല്ല പഠിക്കുക. സോ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എയുടെ 7. ഇതൊന്നും എഴുതണമെന്നൊന്നും ഇല്ല. വേണമെങ്കിൽ എഴുതാം നമുക്ക്. ബി സി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ഏതാ? എ സി. ബി സി എത്രയാണ്? 7. ഹൈപ്പോട്ടനസ് എത്രയാണ്? 25. 7/25. സോ സൈനയുടെ വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ 7/25 എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താണ്? കോസൈ. അപ്പൊ കോസൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോർമുല ഓർത്ത് വെക്കണം, അഡ്ജസന്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ്. ഓക്കെ, എ തന്നെയാണ്. അഡ്ജസന്റ് സൈഡ് എത്രയാണ്? എ ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ഏതാ? എ സി. എ ബി എത്രയാണ്? 24 ഡിവൈഡ് ബൈ എ സി എത്രയാണ്? 25. അപ്പം 24/25. ഇത്രയാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിയുമ്പോ ഇനി അടുത്ത സൈൻ സിയും സൈൻ കോസ് സിയും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇതൊക്കെ മാറും. ഇതൊക്കെ ഞാൻ അങ്ങ് മായ്ക്കുവാണ്. സി ആംഗിൾ ഇവിടെ വന്നു. ഓക്കെ, ആംഗിൾ ഇവിടെ വരുമ്പോ ഇതിന്റെ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇത്. ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ഇവിടെയായി മാറും. ആ ഒരു കോമൺ സെൻസ് ഉണ്ടാവണം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സൈൻ സി. സൈനിന്റെ വാല്യൂല് വ്യത്യാസമൊന്നുമില്ല, എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ഏതാണ്? എ സി. ഹൈപ്പോട്ടനസിന് ചേഞ്ച് ഇല്ല. സോ 24/25. കോസ് സി സെയിം തന്നെയാണ്. ഏതാണ്? അഡ്ജസന്റ് സൈഡ് ബൈ എത്ര? ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് സൈഡ് ഏതാണ്? അഡ്ജസന്റ് സൈഡ് ഏതാണ്? 7 ഡിവൈഡ് ബൈ 7 എഴുതണ്ട, ഏതാണ്? സി ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ഏതാ? എ സി. സി ബി എത്രയാണ്? 7 ഡിവൈഡ് ബൈ എത്ര? 25. അപ്പൊ ഇങ്ങനെ ആംഗിളുകൾ മാറുന്ന അനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? ആൻസേഴ്സ് മാറും. പക്ഷെ ഫോർമുല ഇതൊരിക്കലും മാറത്തില്ല. നോക്കെ, സൈൻ എക്കാണെങ്കിലും സൈൻ സിക്കാണെങ്കിലും സൈൻ വന്നാൽ ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അത് കണക്ക് തന്നെ കോസിൻ എക്കാണെങ്കിലും സിക്കാണെങ്കിലും കോസ് വന്നാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അഡ്ജസന്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ഇത് ആവശ്യമുള്ളവരെന്നല്ല, എല്ലാവരും ഇത് എഴുതിയെടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എഴുതിയെടുക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നമ്മളിവിടെ നിർത്തുവാണ്. നിങ്ങൾ ആ ഫോർമുല മൊത്തം ബൈ ഹാർട്ട് ചെയ്തോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാണ്. ഫിഗർ ഉണ്ട്, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് ആ ഫിഗർ. പി ക്യു ആർ
ഇവിടെ 13, ഇവിടെ എത്ര 12 സെന്റിമീറ്റർ. എന്താ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്? ടാൻ പി മൈനസ് എത്രയാണ്? കോട്ട് ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ടാൻ പി മൈനസ് കോട്ട് ആർ. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് ടാൻ പി മൈനസ് കോട്ട് ആർ അല്ലെ മേളിൽ എഴുതി വെച്ചേക്കാം. ടാൻ പി മൈനസ് എത്രയാ? കോട്ട് ആർ. ടാൻ പി മൈനസ് കോട്ട് ആർ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബേസ് ഇല്ല. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനസ് ഉണ്ട്, എന്തുണ്ട്? ഓൾട്ടിറ്റ്യൂഡ് ഒന്നും എന്തില്ല? ബേസ് ഇല്ല. സോ നമ്മൾ എന്ത് ഫോർമുല അപ്ലൈ ചെയ്യണം? പൈതഗോറസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ബേസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് എത്ര? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അറിയാലോ ബേസ് സ്ക്വയർ. ഈ ഫോർമുല എങ്ങനെയാണ്? ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന്. ആ റൂട്ട് അപ്പുറത്ത് സ്ക്വയർ പോകുമ്പോഴത്തേക്ക് എന്ത് വരും? ബി വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് എത്രയാണ്? 13 മൈനസ് ഓൾട്ടിറ്റ്യൂഡ് എത്ര? 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. 13 സ്ക്വയർ 169, 12 സ്ക്വയർ എത്ര? 144. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പൊ അത് 5 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 5 എന്ന്. അത് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അത് എഴുതിയെടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ സൈഡിലോട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നോക്കിക്കേ, ടാൻ പി മൈനസ് കോട്ട് ആർ. അപ്പൊ ആദ്യമേ ടാൻ പി കണ്ടുപിടിക്കണം. ടാന്റെ ഫോർമുല എന്തുവാ? അത് ഓർത്ത് വെക്കുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് എന്ത്? ടാൻ. ശ്രദ്ധിക്കണം, പി ആണ്. എന്താണ്? പി. ടാൻ പി ആ. പി എവിടെയാ വരുന്നത്? ഇവിടെ. പി അവിടെ വരുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും ഇതിന്റെ അഡ്ജസന്റ് സൈഡ് ഇവിടെയും, അഡ്ജസന്റ് സൈഡ് ഇവിടെയും 90 ഡിഗ്രി ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസും വരും. സോ പിയുടെ ടാൻ പിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? ക്യു ആർ ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഏതാ? പി ക്യു. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/12 എന്ന് വരും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കോട്ട് ആർ ആണ്. സോ അപ്പൊ നമുക്ക് ഇതെല്ലാം മാറത്തില്ലേ? നമ്മുടെ ഇതെല്ലാം എന്ത് ചെയ്യും? മാറും. അപ്പൊ ഇവിടെ എന്ത് വരും? ഓക്കെ, സോറി, ഇവിടെ അല്ല 6 ആംഗിൾ വരുന്നത്. ആംഗിൾ വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ആംഗിൾ ഇവിടെ വരുമ്പോ ഇതിന്റെ ഓപ്പോസിറ്റ്, ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ആയിട്ട് വരും, ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടും വരും. ആംഗിളിന് അടുത്തുള്ളത് എന്തായിട്ടും വരും? അഡ്ജസന്റ് സൈഡ് ആയിട്ടും വരും. ആറിനനുസരിച്ചാണ് നമ്മൾ മാറുന്നത്. കോട്ട് ആർ. അപ്പൊ ആദ്യം 6 ആംഗിൾ മാർക്ക് ചെയ്യും. ഓക്കെ, സോ കോട്ടിന്റെ ഫോർമുല എന്തുവാന്ന് നോക്കണം. ഇതിന് തിരിച്ചെടുത്തിട്ടുള്ളത് കോട്ടിന്റെ ഫോർമുല ഇതിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. അപ്പം ടാന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. അപ്പൊ ഇതിനെ തിരിച്ചെടുത്തിടുമ്പോൾ എന്ത് കിട്ടും? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. പക്ഷേ മിക്ക ആൾക്കാർക്കും തെറ്റ് പറ്റുന്നത് എന്താ അറിയോ? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തില്ലേ, അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാന്ന് വിചാരിക്കും. എല്ലാ കേസിലും ഒക്കെയാണ്, പക്ഷെ ഇവിടെ ആംഗിൾസ് ഡിഫറെന്റ് ആണ്. ആംഗിൾസ് സെയിം ആണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇപ്പൊ ടാൻ പി, കോട്ട് പി തന്നെ ചോദിച്ചെങ്കിൽ ഈ ആൻസറിന്റെ റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് 12/5 എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ആംഗിൾസ് ഡിഫറെന്റ് ആ. അപ്പൊ ഫോർമുല ഇത് തന്നെ നോക്കേ. ടാൻ പി ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ നോക്കി എഴുതണം ആറിനെ വെച്ചിട്ട്. ആറിന്റെ അഡ്ജസന്റ് സൈഡ് ഏതാ? ക്യു ആർ. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? പി ക്യു. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/12. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്ക് വേണ്ട വാല്യൂ എന്തുവാ? ടാൻ പി മൈനസ് കോട്ട് ആർ. സോ ടാൻ പി മൈനസ് കോട്ട് ആർ എന്ന് പറഞ്ഞാൽ ടാൻ പി 5/12 മൈനസ് കോട്ട് ആർ എത്ര? 5/12. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവാ? 0. സോ ഇത്രയും ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്ക, എഴുതിയെടുക്കുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ട്രിഗണോമെട്രിയുടെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചത്. ആദ്യമായിട്ട് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ടിന്റെ ഫോർമുല പഠിച്ചു നോക്കാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, കൊസീക്ക്, സീക്ക്, കോട്ട് പഠിച്ചു നോക്കുക.
സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. 1/sin കൊസീക്ക് 1/കൊസീക്ക് സൈന്. സീക്കും കോസും ആണ്, അല്ല സീക്കും കോസും ആണ് അടുത്ത റെസിപ്രോക്കൽ റിലേഷൻ ഉള്ളത്. 1/സീക്ക് കോസ് 1/കോസ് സീക്ക്. ടാനും കോട്ടും അതാണ് 1/tan കോട്ട് 1/കോട്ട് ടാൻ. ഓക്കെ, പിന്നെ ടാൻ ഒരു ഫോമുല ഉണ്ട് sin θ cos θ. സോ തിരിച്ച് കോട്ടിന്റെ ഫോമുല cos θ sin θ. പിന്നെ ആംഗിൾസ് എടുക്കുന്നത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് എക്സസൈസ് 8.1 2 ക്വസ്റ്റ്യൻസും ചെയ്തു. അപ്പൊ അടുത്ത ദിവസം നമുക്ക് എക്സസൈസ് 8.1 ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും ഇത്രയും ഫോമുല ബൈ ഹാർട്ട് ആണെങ്കിൽ. പ്ലസ് അതനുസരിച്ച് അടുത്ത ടേബിളും കൂടി തരുന്നതായിരിക്കും. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് സെക്ഷനിൽ ചോദിക്കാം. നോട്ട്സിനകത്ത് തരേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്ന കാര്യം വളരെ സിമ്പിൾ സെക്ഷനാണ്. അടുത്ത സെക്ഷൻ തൊട്ട് മാക്സിമം നോട്ട്സ് തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ട് 1. താങ്ക് യു.